ഇവർക്ക് ഇതാണ്ട് ചെയ്യണമെന്ന് തിരുമേനി പറഞ്ഞു. അല്ല അത് ഇന്നാ ഞാൻ വിളിച്ചോണ്ടോന്നും ക്ലാസ് ഒന്നും ഇല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറ്റൂ. എന്തുകൊണ്ട് വിശേഷം? ജിമ്മിനൊക്കെ പോകുന്നപ്പോ നിർത്തി പരിപാടി. മറ്റേ അല്ലേ തിരുമേനി 10ാം ക്ലാസ്സിനെ ജയിക്കുകയാണ് ചെയ്യുമോ? പഠിക്കുന്നേ ഇല്ല. പഠിക്കാതെ ജയിക്കും. അതൊക്കെ ജയിക്കും. അതൊക്കെ നമുക്ക് കൊണ്ട് ചെയ്യാം. അവള് പഠിക്കുന്നൊന്നുമില്ല. അവള് ചുമ്മാ സമയം കളയാം. പഠിക്കാത്ത പഠിക്കുന്നില്ല. ജയിക്കാനുള്ള സമ്പ്രദായമൊക്കെ ഞാൻ ചെയ്തുതരാം. ആദ്യം തന്നെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് പഠിക്കത്തില്ല എന്നുള്ളത്. അതും ജ്ഞാനദൃഷ്ടിയിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഈ പെൺകുട്ടി പഠിക്കത്തില്ല. പക്ഷെ എന്തെങ്കിലും പഠിക്കുന്നില്ല. പുസ്തകം തുറന്നു നോക്കുന്നില്ല. നിഗൂഢമായ ചില ലക്ഷ്യങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഒരു തോന്നി. അതായത് ആ പെൺകുട്ടിയുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് അറിയാമെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇങ്ങനൊരു കേസിൽ വന്ന് ചാടുമെന്നും ഇല്ലെങ്കിൽ മുണ്ടില്ലാതെ ഓടുമെന്നോ അതുപോലെ തന്നെ താൻ ജയിലിലാവുമെന്നോ ഇദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടി വർക്ക് ചെയ്തില്ല എന്ന് വേണം കരുതാൻ. ഒരു പക്ഷേ നാട്ടുകാരുടെ എല്ലാം ഇദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിയും, എന്തും കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ സ്വന്തം കാര്യം അറിഞ്ഞില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇത് വിശ്വസിച്ച് ഇനിയും കുറേ വിഡ്ഢികളായ ആളുകൾ ഇതുപോലെ ഇറങ്ങി തിരിച്ച് പണിയും പേടിക്കും. നിഗൂഢമായ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കളയണം കേട്ടോ. വല്ല പ്രേമമില്ല ഞാൻ പറയില്ല. അതൊക്കെ ഞങ്ങൾ രഹസ്യമായിട്ട് പറയും. പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, പേരൻസാണ് ഇതിനെല്ലാം ഉത്തരവാദി. അവിടെ തന്നെ ഈ പെൺകുട്ടിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇവൾക്ക് ലൈൻ വല്ലതും ഉണ്ടോ സ്വാമി? സ്വാമി അവിടെ ബുദ്ധിപൂർവ്വം കളിച്ച് അതൊക്കെ ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞോളാം, റൂമിനകത്ത് കൊണ്ടുപോയി പറഞ്ഞോളാം എന്ന രീതിയിലൊക്കെ ആയിരിക്കും റൂമിനകത്തോട്ട് കൊണ്ടുപോയത്. ടെൻഷനൊന്നും കാര്യമില്ല, മാർക്കൊക്കെ ഉണ്ടാവുക, അതിനുവേണ്ടി നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, മാർക്കില്ലാത്തവർക്കെല്ലാം മാർക്കുണ്ടാക്കി കൊടുക്കുന്ന ഒരു അത്ഭുത മനുഷ്യനാണ്. എന്തായാലും ആ അത്ഭുത സിദ്ധി കൊണ്ട് ഇപ്പോൾ ജയിലിലായിരിക്കുകയാണ്. ഇനി അദ്ദേഹം ഇറങ്ങിയിട്ട് വേണം മാർക്കില്ലാത്തവർക്കെല്ലാം മാർക്കുണ്ടാക്കി കൊടുക്കാൻ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് വാദിക്കാൻ കുറേ പേരും രംഗത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നീട് എങ്ങനെയൊക്കെയോ ഒരു സ്വാമിയായി. അവിടെയുള്ള ആളുകളൊന്നും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോകത്തില്ല. പക്ഷെ പുറത്തുനിന്നുള്ള ആളുകൾ ഇഷ്ടം പോലെ വന്നു പോകുന്നുണ്ട്. അങ്ങനെ വന്നുപോയ ഒരു 16 വയസ്സുകാരിയായ പെൺകുട്ടിക്കാണ് ഇത് സംഭവിച്ചത്. എന്തായാലും പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്താണ് ഇവർ തമ്മിൽ പറയുന്നതെന്ന് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. സ്വാമിക്ക് മൂലക്കുരുവിൻ്റെ കാര്യമൊക്കെ നല്ല രീതിയിൽ അറിയണം. അതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വ്യാകുലത. അല്ല, ഈ സ്വാമിക്ക് എല്ലാം അറിയാൻ കഴിയുന്നൊരു വ്യക്തിയല്ലേ, അപ്പോൾ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അത് സ്വന്തമായിട്ട് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ എന്തിനിങ്ങനെ ചോദിക്കണം? അതിന് ആൻസർ ഒന്നേ ഉള്ളൂ, എല്ലാം ആ അമ്മ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് വെച്ച് ഇദ്ദേഹം തിരിച്ചു പറയുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ അമ്മയാണെങ്കിൽ ആ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഊഹിച്ചും കൂടെ അങ്ങ് പറഞ്ഞാൽ കാര്യം ക്ലിയറായി. അതാണ് ഇവിടെ നടക്കുന്നത്. ജിമ്മിനൊക്കെ പോകുന്നപ്പോ 10ാം ക്ലാസ്സിനെ ജയിക്കുകയാണ് ചെയ്യുമോ? പഠിക്കുന്നേ ഇല്ല. പഠിക്കാതെ ജയിക്കും. ഇവിടെ തന്നെ ആ അമ്മ മുൻകൂട്ടി പറയുന്നുണ്ട് അവൾ പഠിക്കുന്നേ ഇല്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് ഇവൾ വീട്ടിൽ വന്നാൽ പുസ്തകം തുറക്കത്തില്ല എന്നുള്ള കാര്യം. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേറെ ഒന്നുമില്ല. ഈ അമ്മ തന്നെ, ഇല്ലെങ്കിൽ ഈ പൂജാരിയെ കാണാൻ പോകുന്നവർ തന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടങ്ങ് മൊഴിയും. അത് തിരിച്ച് അദ്ദേഹം വേറൊരു തരത്തിൽ ചോദിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ തട്ടിപ്പിനും വഴിയൊരുക്കി കൊടുക്കുന്നത് ആ കുടുംബക്കാർ തന്നെ ആയിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അല്ല അത് ഇന്നാ ഞാൻ വിളിച്ചോണ്ടോന്നും ക്ലാസ് ഒന്നും ഇല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറ്റൂ. പിന്നെ ഞാനൊരു പരീക്ഷ കഴിഞ്ഞിട്ട് 14 അതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, ഇതെല്ലാം കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. അതായത് പൂജ. ഇതിനെ തുടർന്നാണ് മറ്റുള്ളവർ പോയതിനു ശേഷം അവിടെ അവരിയ്ക്കുന്നത് ആ പൂജ ചെയ്യാൻ വേണ്ടി. ആ പെൺകുട്ടിയെ തനിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി പൂജ ചെയ്യാൻ വേണ്ടി. അതാണ് ഇദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന്. അത് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല അത് ഇന്നാ ഞാൻ വിളിച്ചോണ്ടോന്നും ക്ലാസ് ഒന്നും ഇല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറ്റൂ. നോക്കാം. മാസ്റ്റർ പരീക്ഷ അല്ലേ? എനിക്കൊരു ഇത് ചെയ്തു തരാൻ പറ്റുമോ? ഒരു വീടിന്റെ വസ്തുവിന്റെ പ്രമാണം രജിസ്ട്രേഷൻ ചെയ്ത് രജിസ്റ്റേർഡ് കോപ്പി എടുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രമാണത്തിന്റെ. അതിനാരെ കാണണമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അതായത് അവരുടെ പ്രമാണത്തിന്റെ കോപ്പി നഷ്ടപ്പെട്ടു പോയി, അച്ഛൻ നുള്ളിക്കീറി കളഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്.
അതുകൊണ്ട് തന്നെ പ്രമാണം എങ്ങനെ കിട്ടും എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അവിടെയാണ് ഇദ്ദേഹം പറഞ്ഞ ആ 20 ലക്ഷത്തിൻ്റെ കാര്യവും പറയുന്നത്. അപ്പൊ ഈ അതിന്റെ യഥാർത്ഥ യഥാർത്ഥ പ്രമാണം എന്റെ ഹസ്ബൻഡ് ഭ്രാന്തളവുന്ന സമയത്തിനുള്ളിൽ കീറി അങ്ങ് കളഞ്ഞു, ചെറുതായിട്ട് കീറി കളഞ്ഞയാള്. അങ്ങനെ എന്നിട്ട് പകർപ്പെടുക്കണം. ആ തള്ളയുടെ കയ്യിൽ നിന്ന് പൈസ അതിന്റെ കാര്യം മേടിച്ചു നിങ്ങളുടെ അവിടെ ഏത് പിന്നെ രജിസ്റ്റർ ഓഫീസാണ് അവിടെ ആരെങ്കിലും നല്ല ആധാരം എടുത്തു തരണ്ടേ അവരെ പോയി കാണും. കണ്ടിട്ട് ഇതിന്റെ പറ്റിയിട്ടൊക്കെ ഉണ്ടല്ലോ, പകർപ്പെടുത്തു തരാൻ പറഞ്ഞു. പകർപ്പിന് ഓൺലൈനിൽ കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തേക്കുന്നു. നാളെ മറ്റന്നാളോ കിട്ടും രജിസ്റ്റേർഡ് പകർപ്പ്. അത് മേടിച്ചിട്ട് എന്ത് ചെയ്യാനൊക്കെ എവിടെ കൊണ്ട് എങ്ങനെ വെക്കണം എന്നുള്ളത് അത് മേടിച്ചാൽ മതി, നമുക്ക് ആവശ്യത്തിനുള്ള കാര്യത്തിന് അത് മതി. ക്രയത്തിന് ലോണിന്റെ കാര്യത്തിന് കിട്ടുമെന്നറിയാൻ പറ്റും. ലോൺ കിട്ടുമോ എന്ന് വെച്ചാൽ ലോൺ എടുക്കാൻ ലോൺ എടുത്ത് അത് ഇവനറിഞ്ഞില്ല, വീടും വസ്തു കൊടുക്കണ്ട, ഇതുപോലുള്ളത് അതല്ലേ നല്ലത്. അതായത് ഇവന് എങ്ങനെയെങ്കിലും അതൊന്ന് ഇവന്റെ ഒരു കാര്യം ക്ലിയർ ചെയ്ത് എടുത്തുകൊണ്ട് ഇവൻ അടയ്ക്കേണ്ടത്, ഇവനെ നിലനിർത്തി അടപ്പിക്കണം അല്ലാതെ എവിടെ പറഞ്ഞാലുണ്ട് അവ അടയ്ക്കത്തൊന്നുമില്ല. അവ ഇത് കഴിയുമ്പോൾ അടുത്ത പെണ്ണിന്റെ പുറകെ പോകും. അതെ, മകനെക്കുറിച്ചാണ് പറഞ്ഞത്. അവൻ അടയ്ക്കുമോ? എനിക്ക് തോന്നുന്നില്ല, അടയ്ക്കുമെന്ന് തോന്നുന്നില്ല. അവൻ വേറെ പെണ്ണുങ്ങളുടെ പുറകെ പോകും. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണ് എന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ എല്ലാത്തിനും രക്ഷനായിട്ടുള്ളത് ആരാണ്? ഈ സ്വാമിയാണ്, ഈ പൂജാരിയാണ്. പൂജാരിയുടെ വാക്കുകളായിരിക്കും പിന്നെ വേദവാക്യവും. അതുപോലെ തന്നെയായിരിക്കും ഇതുപോലുള്ള അമ്മമാരും പിന്നെ ചെയ്യുന്നതും. അതൊരു പക്ഷേ ഭർത്താവിനേക്കാളും മകനേക്കാളും മക്കളെക്കാളും വിശ്വാസം ഈ പൂജാരിയിലായിത്തീരും. അങ്ങനെ ആക്കിയെടുക്കും. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് ഒറ്റയടിയും കൊടുക്കാൻ 19-16 വയസ്സുള്ള പിള്ളേരാണ് ഇയാൾ ചമ്മന്താലേക്ക്. ഇതാരാണ് ഈ പറയുന്നത്? 16 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച വ്യക്തിയാണ് പറയുന്നത്. ഓർക്കണം ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒറിജിനൽ സ്വഭാവം. പറയുന്നത് വേറൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. സ്വന്തം മകൻ പ്രണയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം ചെയ്തതോ പീഡനമാണ്. പീഡനം, അതും 16 വയസ്സുകാരിയായ പെൺകുട്ടി. അവനെന്തെങ്കിലും പ്രണയിക്കാനാണെന്നെങ്കിലും പറയാം. നീ പറഞ്ഞാൽ നീ ബ്രോക്കറല്ലെന്ന് പറഞ്ഞാൽ നീ ബ്രോക്കർ. അവനെങ്ങനെയെങ്കിലും ഈ കടത്തിൽ നിന്നൊക്കെ ഒന്ന് മിക്ക കല്യാണം കഴിക്കണം. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് നേരെയാക്കി എടുത്തിട്ട് എനിക്ക് അവനെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല സത്യം പറഞ്ഞു. അപ്പൊ പണ്ടത്തെ നമ്മുടെ കടിയും മൃഗങ്ങളും അങ്ങനെയുള്ള കാര്യത്തിലൊന്നും വരത്തില്ലേ. എല്ലാവരും പേര് നമ്മൾ ഇപ്പോൾ അവന് നിലവിൽ കുഴപ്പമൊന്നുമില്ല. അതെ, നിലവിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുഴപ്പമുണ്ടാക്കിയതാരാണ്? ഈ പൂജാരിയാണ്. ആ കുടുംബത്തിൽ ഒരു ദോഷവും ഇല്ലാതിരുന്ന സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോയി തലവെച്ച് കൊടുത്തു. അതായത് ആ പേരൻസിനെ കുറ്റം പറഞ്ഞാൽ മതി. ആ അമ്മ മകളെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത് ആ പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയെടുക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തു. അവിടെ ആ അമ്മയെ ഞാൻ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. പരോക്ഷമായിട്ടാണെങ്കിലും അവരും തെറ്റ് തന്നെയാണ് ചെയ്തത്. ഒരാളെ ഇങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കരുത്. അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും പ്രവചിക്കാൻ കഴിയുമോ? ഇതൊക്കെ സത്യമാണോ എന്നൊന്ന് ചിന്തിച്ചുകൂടെ? ഈ പൂജാരി തന്നെയാണ് ഇപ്പം പറഞ്ഞത് അവിടെ ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷേ ആ കുടുംബത്തിന് അതിനുശേഷം ഏറ്റവും വലിയ നാശമാണ് ഉണ്ടായത്. നിങ്ങളായിട്ട് ഇനി കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങളിനി അവനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ പോവുകയും മറ്റുള്ള കടങ്ങൾ തീർക്കാനും നിങ്ങൾ നിൽക്കുമ്പം അവൻ വീണ്ടും അഹങ്കാരിയാവും. ഈ കൊച്ചിന് എവിടെയെല്ലാം കെട്ടിച്ചു വിടുമ്പോൾ എല്ലാം കൊടുക്കണ്ടേ? കൊടുക്കണം. പക്ഷെ ഇവനെ എങ്ങനെ നമ്മൾ നിർത്തും? ഇവന്റെ ബാങ്കിൽ നിന്നൊക്കെ വിളിച്ച് ഭയങ്കര പ്രശ്നമായി. ICICI ക്രെഡിറ്റ് കാർഡിലേക്ക് അങ്ങനെ 1.5 ലക്ഷം രൂപ കൊണ്ടൊന്ന് അടച്ചിട്ടുണ്ട്. ബാക്കി 10-ാം തീയതിക്കകത്ത് അടയ്ക്കണം. കുറെ പറ്റത്തില്ല, 10-ാം തീയതി തന്നെ അത് ക്ലോസ് ചെയ്യണം. അതായത് ഇത് പിന്നെ വലിയ തുക സെറ്റിൽമെന്റ് ചെയ്ത് വെച്ചേക്കുക. ആർക്കറിയാം, 5 ക്രെഡിറ്റ് കാർഡിൽ നിന്ന് 80-50 ഒക്കെ ആയിരിക്കും എടുക്കുക. അതൊക്കെ കൂടി. എന്നിട്ട് അവർ സെറ്റിൽമെന്റിൽ അത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. എടുക്കാൻ പറ്റും. ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ എത്ര വേണമെങ്കിലും മേടിക്കാം. ഇവിടെയൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. എല്ലാം അദ്ദേഹം തന്നെ ചോർത്തിയെടുക്കുകയാണ്. ഓരോരോ കാര്യങ്ങളും അദ്ദേഹം തന്നെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളും അദ്ദേഹം തന്നെ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുകയാണ്. അത് ലൈവായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. നാളെ വേണമെങ്കിൽ ഈ ലൈവ് ഒന്ന് നോക്കിക്കണ്ടാൽ മാത്രം മതി അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് പറയാൻ കഴിയും. ആ രീതിയിലാണ് ആ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെയൊക്കെ ചിന്തിക്കേണ്ട കാര്യം, സ്വന്തമായിട്ട് ഇതെല്ലാം അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരു ഫോൺ എടുത്തിട്ട് പുറത്ത് കൊടുത്താൽ കാശില്ല.
60,000 രൂപ ക്രെഡിറ്റ് കാർഡ് അടച്ച് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അത് ഒരെണ്ണം ICICIയിലെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ആയി. മറ്റേ ലോൺ, പേഴ്സണൽ ലോണിനകത്ത് 3 ലക്ഷം രൂപ അടയ്ക്കാൻ പറഞ്ഞേക്കുന്നത് 1 ലക്ഷം അടച്ചിട്ടുള്ളൂ ഇതുവരെ. ഇനി ബാക്കി സെറ്റിൽമെന്റ് ആയതുകൊണ്ട് ബാക്കി 10-ാം തീയതി അടയ്ക്കണം. ഈ പകർപ്പ് വെച്ച് ലോൺ കിട്ടുമോ? ബെസ്റ്റ്. എല്ലാം അറിയാവുന്ന പൂജാരിക്ക് ഇതൊന്നും അറിയത്തില്ലേ? അതും അവരോട് തന്നെ ചോദിക്കുന്നുണ്ട് പകർപ്പ് വെച്ച് ലോൺ കിട്ടുമോയെന്ന്. ഇവിടെയൊക്കെ എന്താ പറയേണ്ടത്? ഇതൊരു പക്ഷേ ലൈവായിട്ട് ഇദ്ദേഹം ചിത്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇവരുടെ പരിപാടികൾ, എങ്ങനെയാണ് ഇവരുടെ രീതികൾ എന്നെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിലൊക്കെ പോയി ആരും പോയി ചാടി വീഴരുത്. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് ഓർത്താൻ നല്ലത്. അല്ലാതെ നമ്മൾ അവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മാസം തോറും വരുന്ന ശമ്പളത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തരുടെയും കയ്യിൽ നമ്മൾ പലിശക്കെടുത്താൽ പലിശ മാത്രം തന്നെ അങ്ങനെ പോകുന്നു. പിന്നെ ഇവന്റെ EMI ഇട്ടത് സാധനങ്ങളും എല്ലാം അടച്ചു വരുമ്പോൾ ഈ ശമ്പളത്തിനകത്ത് നിൽക്കുന്നില്ല. ഇതല്ലാതെ ഒരൊറ്റ മാർഗമായിട്ട് വേറൊന്നും ഇല്ല. അതിനകത്ത് ഈ ലോണിന്റെ കാര്യം ഏതെങ്കിലും ബാങ്കിലും തിരക്കുമോ? ഈ പകർപ്പ് കൊണ്ട് അതാ ഒന്ന് തിരക്കി നോക്കിയിട്ട് അവന്റെ സാലറിയും കൂടെ വെച്ചാൽ മതി. അതാ വെക്കാൻ പറഞ്ഞായിരുന്നു. അവന്റെ സാലറിയും കൂടെ വെച്ചിട്ട് അങ്ങനെ വേണേ നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ണനല്ലൂരല്ലേ? ഏത് ബാങ്കിലാണ് നോക്കിയേ? അതെ, ഏത് ബാങ്കിലാണ് നോക്കിയേ? ഇതൊക്കെ ആ കബഡി വെച്ചൊന്ന് നിരത്തി നോക്കിയാൽ പോരായിരുന്നോ? ഇങ്ങനെ കൂടെ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാം അറിയുന്ന പൂജാരിക്ക് ഇങ്ങനെ അവരോട് തന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ആ കബഡിയൊക്കെ നിരത്തി എന്ത് ചെയ്യണമെന്നൊന്ന് പറഞ്ഞാൽ പോരായിരുന്നു? ഓ, പറയാൻ പറ്റത്തില്ലല്ലോ. സ്വന്തം കാര്യം പോലും അറിയാൻ കഴിയാത്തൊരു വ്യക്തി എന്ത് പറയാനാണ്? ഇത്രയും പൈസ അടഞ്ഞു പോകും. എത്ര ഉണ്ട് സാലറിയാണ്? അവന് പിടുത്തം കഴിഞ്ഞ എത്ര കിട്ടും? അവന് കൈ കിട്ടുന്നത് 56. അങ്ങനെ അടഞ്ഞു പോകും. 30 രൂപയ്ക്കകത്ത് അടവ് വരും. അതാ നമുക്ക് അങ്ങനെ ചെയ്യുന്ന അവസരം. മാനേരെ വിളിക്കാം. ഇവിടെ ഈ പൂജാരി തന്നെയാണ് ചോദിക്കുന്നത് എത്ര ലക്ഷം രൂപ വേണമെന്ന്. എന്നിട്ടാണ് ഈ വ്യക്തി തന്നെ പറയുന്നത് 20 ലക്ഷം അവർ ചോദിച്ചു എന്ന്. ഇവിടെ ആരാണ് ചോദിച്ചത്? ഈ പൂജാരി തന്നെയാണ് അങ്ങോട്ട് ചോദിക്കുന്നത് എത്ര ലക്ഷം നിങ്ങൾക്ക് വേണ്ടി വരും? 20 ലക്ഷം രൂപ വേണ്ടി വരും. അല്ലാതെ അവരല്ല ഭീഷണിപ്പെടുത്തിയത്. അവരവരുടെ സങ്കടങ്ങൾ വന്ന് പറയുകയാണ്. ഏതോ ദിവ്യ മനുഷ്യൻ്റെ അടുത്ത് പറയുന്നതിൻ്റെ കൂട്ട് തന്നെ ഈ പൂജാരിയുടെ അടുത്ത് വന്ന് പറയുകയാണ്. അത് കേട്ടിട്ടാണ് ഇദ്ദേഹം ഇപ്പം പറയുന്നത് എന്നെ ട്രാപ്പിലാക്കിയതാണ് അവർ 20 ലക്ഷം രൂപ ചോദിച്ചു എന്ന്. ബാക്കി കൂടെ കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഇതൊക്കെ കുറവായിരിക്കുമേ. ക്രെഡിറ്റ് സ്കോർ ഒക്കെ കുറവായിരിക്കും. ഇവന്റെ എല്ലാം പെൻഡിങ് കിടക്കുന്നതായിരുന്നു. സ്കോർ വേണം. വിവാഹമോ മറ്റു കാര്യം എന്തെങ്കിലും പറഞ്ഞ് വേറെ അങ്ങനെ കിട്ടുമോ? അവരുടെ അച്ഛൻ മരിച്ചുപോയി. അതിന്റെ അവകാശം ഒരു 2 പേരുണ്ട്. അവന് ഇപ്പൊ നിലവിൽ കുഴപ്പമില്ല. അത് ഇനി അതൊന്നും ചെയ്യാതിരുന്നാൽ അവൻ വലിയ കുഴപ്പത്തിലോട്ട് പോകും. ഈ താലൂക്കൊക്കെ കിട്ടത്തില്ല ഒരു പേപ്പർ ലീഗൽ ഹേർഷിപ്പ്. അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് മാത്രമേ ഉള്ളൂ. പ്രമാണം നോക്കിയപ്പോ നുള്ളിക്കീറി കളഞ്ഞതിന്റെ കോപ്പി 50 രൂപ കണ്ടുകൊടുത്ത് എടുത്തത് കവറിനകത്ത് വെച്ചിട്ടുണ്ട്. അമ്മയും മോനും കൂടെ. നമസ്കാരം. ഞാൻ വിളിച്ചതേ ഈ നമ്മുടെ സുഹൃത്തിന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ഈ പ്രമാണത്തിന്റെ ഒറിജിനൽ അവരെ നഷ്ടപ്പെട്ട് പകർപ്പ് വെച്ച് ലോൺ കൊടുക്കുമോ? ഇല്ലയോ? അപ്പോൾ പിന്നെ എന്ത് വേണം? അവിടെ തന്നെ രജിസ്റ്റേർഡ് പകർപ്പ് എടുത്തേക്കുന്നത്. അവർക്ക് 20 ലക്ഷം രൂപ മതി. അതായത് ലോൺ ഒപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നതും ഈ പൂജാരിയാണ്. എത്ര ലക്ഷം രൂപ വേണമെന്ന് ചോദിക്കുന്നതും ഈ പൂജാരിയാണ്. അതിനുശേഷം ബാങ്ക് മാനേജരെ വിളിക്കാൻ നോക്കുന്നുണ്ട്. പല കാര്യങ്ങളും അന്വേഷിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ്. അവരൊരിക്കലും പറഞ്ഞില്ല ഇതൊന്നും അന്വേഷിക്കാൻ. ഇദ്ദേഹം തന്നെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം പറയുന്നു ഇവർ ട്രാപ്പിലാക്കിയതാണെന്ന്. ഇത് ആരെ ട്രാപ്പിലാക്കിയതാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വേറൊന്നായിരിക്കണം. ആ ഉദ്ദേശം മനസ്സിലിട്ടുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ആ പെൺകുട്ടി അതിന് സമ്മതിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ബാക്കി കൂടെ കേട്ട് നോക്കാം. മെയിൻ റോഡ് സൈഡാ. എത്ര രൂപയുടെ അവിടെ വസ്തുവിന് വില? 1 ലക്ഷം രൂപ വിലയുള്ള സ്ഥല, 3 ലക്ഷം രൂപ വിലയുള്ള സ്ഥല. എത്ര സെന്റ്? 15 സെന്റ്. 2 നില വീട്. 2 നില വീട്. മൈനറും കാര്യങ്ങളൊന്നുമില്ല. കൊച്ചു അവളുണ്ട്. നിങ്ങൾക്ക് എത്ര 16 വയസ്സോ? മൈനറുണ്ട്. ഒരാൾ മൈനറാണ്. അവർക്ക് അച്ഛൻ്റെ പേരിലുള്ള സ്ഥലമായിരുന്നു. അച്ഛൻ്റെയും വൈഫിൻ്റെയും കൂടെ പേരിൽ എഴുതി മേടിച്ച കൊച്ചിൻ്റെ പേരിൽ ഭർത്താവ് മരിച്ചു. പിന്നെ ഭർത്താവിൻ്റെ അവകാശം പിള്ളേർക്ക് കൂടെ വരത്തില്ലേ? ഇല്ല, വരും. ഓട്ടോമാറ്റിക്കായിട്ട് എഴുതുന്നത്. അതല്ലെങ്കിൽ ഒഴിവൂറ് എഴുതി നിങ്ങളുടെ പേരിലാക്കണമല്ല. ഇവിടെ മൈനറായിട്ട് വരത്തില്ല. ഏത്? 16.
അല്ല 20 ലക്ഷം തട്ടാൻ വന്നെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ 20 ലക്ഷം തട്ടാൻ വന്നവർക്ക് എന്തിനാണ് 20 ലക്ഷം ലോണൊക്കെ എടുത്തു കൊടുക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ട്രാപ്പിലാക്കിയതല്ല എന്നുള്ളത് വ്യക്തമാകും. അവർ ട്രാപ്പിലാക്കിയതല്ല, 20 ലക്ഷം ചോദിച്ചതുമല്ല. അവരുടെ വിഷമം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഈ 20 ലക്ഷത്തിൻ്റെ കാര്യം ഇദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അതിന് തെളിവ് തന്നെയാണ് ഈ വീഡിയോ. ശരി, ഇത് സ്ഥലമാണ്. റോഡല്ല, മെയിൻ റോഡുകൾ പോലെ വന്നിട്ട് അകത്തോട്ട്. മെയിൻ റോഡ് വന്നിട്ട് അകത്തോട്ട് ഇവിടെ ലോറി വരുന്ന വഴിയല്ലേ? ആന്ന് 13 സെന്റ്. 15 13 അല്ല 15. എത്ര നാളായി പുള്ളി മരിച്ചിട്ട്? 4 വർഷം. ഇവിടെ ഈ വസ്തു ഇവർ വിറ്റ് 20 ലക്ഷം മേടിക്കാനായിട്ടിരുന്നതാണ്. പക്ഷേ ഇദ്ദേഹം തന്നെയാണ് പറയുന്നത് അത് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് വിറ്റ് പോകരുത്, അല്ലാതെ ലോണെങ്ങാനും എടുത്താൽ മതി എന്ന് ഇദ്ദേഹം തന്നെയാണ് ഐഡിയ കൊടുക്കുന്നത്. ആ വ്യക്തി തന്നെയാണ് ഇപ്പം മലക്കം പറഞ്ഞ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. വക്കീൽ പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരിക്കും. ഒരു ദിവസം ഒളിച്ചു താമസിച്ചല്ലേ, അപ്പോൾ വക്കീൽ പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരിക്കും. ഇങ്ങനെ അങ്ങ് പറഞ്ഞോ, ആ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞായിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കാം നമുക്ക്. ഓക്കെ, മൈനറിന്റെ പേർക്ക് നോക്കാം. ഇതിപ്പം പുള്ളി പറയും ഇതൊരു ബാങ്ക് മാനേജരാ, അപ്പോൾ അവരുടെ ബാങ്ക് ചെയ്തില്ല, വേറെ ഏതെങ്കിലും ബാങ്ക് നോക്കാം. കണക്റ്റുള്ളവർ കാണാമല്ലോ, എന്നിട്ട് നോക്കട്ടെ. വിൽക്കരുത്, ഞാനൊന്നും പറഞ്ഞില്ല, വിൽക്കരുത്. അതെ, ശാന്തിയും സമാധാനവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ശാന്തിയും പോയി, സമാധാനവും പോയി. അതിന് ഏക കാരണക്കാരനും ഇദ്ദേഹം തന്നെയാണ്. അതറിയാതെ വീണ്ടും പോകുന്ന ഓരോ ആളുകളോടും ഒന്നും പറയാനില്ല, ഇതെങ്കിലും കണ്ടിട്ടെങ്കിലും നിങ്ങൾ പഠിക്കുക. എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങളെക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറയിപ്പിച്ചതിന് ശേഷം അതിന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയൊരു വഴി പറഞ്ഞു തരും. അത് ഏതോ ദൈവം പറഞ്ഞു തന്നാണെന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ മനസ്സിലോട്ട് കയറ്റരുത്. അതേ പറയാനുള്ളൂ. എന്തായാലും ഏതൊരാളായാലും നോക്കിക്കണ്ട് ചെയ്യാം, ഞാൻ അതേ പറയും കേട്ടോ. അത് നമുക്ക് ചെയ്യാം. അവർ വിട്ടെ, പുള്ളിനെ വിളിക്കുമ്പോൾ അല്ലേ അവർ ആ ബാങ്കിൽ നിന്ന് ആൾ വരും. അന്നേരം നിങ്ങളെ നമ്പർ കൊടുക്കാൻ ഞാൻ വീടും പുസ്തകമൊക്കെ പല ബാങ്കിൽ വന്ന് കണ്ട് എല്ലാം വിളിക്കണം. പക്ഷെ സംഭവം പ്രമാണം കാണിക്കുമ്പോഴല്ലേ അവിടെ വിഷയം വരുന്നത്. ഇവർക്ക് നമുക്ക് വസ്തു കാണിച്ചുകൊണ്ട് എങ്ങനെ ആയാലും അതൊന്നും ഇതിനെയൊന്നും നമുക്ക് ആ വീട്ടിൽ തന്നെ ഇവന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ പിള്ളേരുടെ കാര്യം ചെയ്യണം. ഇനി അത്രയ്ക്ക് ആൾക്കാർ ഇങ്ങനെ ചിരിക്കാനായിട്ട് നോക്കിയിരിക്കാം. അതെ, ആൾക്കാർ ചിരിക്കാനായിട്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ തന്നെ ചിരിക്കാനുള്ള വഴി വെട്ടിക്കൊടുത്തിരിക്കുകയാണെന്ന് തന്നെ പറയാൻ കഴിയത്തുള്ളൂ. ഇവിടെയൊക്കെ ഓരോരുത്തരുടെ സമാധാനം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ചിരിയിലാണ്. അവർ നോക്കിക്കണ്ട് ചിരിക്കുകയാണെങ്കിൽ നമുക്കെന്തോ കുഴപ്പമുള്ളതുപോലാണ് നമ്മൾ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ പ്രശ്നമുള്ളെന്ന്. പക്ഷേ അങ്ങനെയല്ല, എല്ലാ വീടുകളിലും പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങളോട് വരുമ്പം ഇതുപോലെ പൂജാരിയെ കാണാൻ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാവരും പൂജാരിയെ കാണാനേ നേരം കാണത്തുള്ളൂ. അത് മുതലാക്കിക്കൊണ്ട് ഇതുപോലെ പറ്റിക്കുകയും ചെയ്യും. പറ്റിക്കപ്പെടുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങോട്ട് പോയി വീഴുകയാണ് ചെയ്യുന്നത്. അതാണ് ഓർത്തിരിക്കേണ്ടത്. വീട്ടിൽ ചെന്ന് കയറുന്നതിന് അവനെ നല്ലപോലെ ക്ലിയർ ചെയ്തിട്ട് തിരുവേനി എടുത്ത് ഞാൻ പറഞ്ഞു ആദ്യം ഇല്ലാതെ കൊണ്ടുപോയി ഒരു കല്യാണം വരാൻ എനിക്ക് സ്വയം പോയി. അന്നേരമുണ്ട് ഇത് കൊണ്ടത് കാണിച്ചത് അവിടെ അന്ന് 5 രൂപ പോലും ഇല്ല. അവൻ്റെ അമ്മ 500 രൂപ അവിടെ ഫീസ്. 500. ഞാൻ അവനടാ വെണ്ണാറ് തിരുമേനി എടുത്ത് പോട്ട് വേടാ, ഇയാൾ അതൊക്കെ നോക്കിയല്ല ഓക്കെയാന്ന് പറഞ്ഞു. അവൻ പ്രശ്നമേ കല്യാണം ആലോചനയാണെന്നുണ്ടെങ്കിൽ നീ തിരുമേനിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹം പറഞ്ഞു തരും ഇത് വേണം, നിനക്ക് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ അവർ ആ വീട്ടുകാരെ പിന്നെ ബ്രോക്കർ ചുമ്മാതെ പറഞ്ഞേ, ബ്രോക്കറോട് ഞാൻ രഹസ്യമായിട്ട് കാര്യം പറഞ്ഞൊരു ബ്രോക്കറോട് ഇന്നത്തെ സംഭവമുണ്ട്, ശരി ക്ലിയർ ചെയ്യാനുണ്ട് ആളിനെ, അല്ലാതെ പെട്ടെന്ന് അടിപിടിയുന്ന കല്യാണം എന്ന് പറഞ്ഞ് ചേട്ടനൊരു കാര്യം ചെയ്യണം, കല്യാണം റെഡിയാക്കാം, നീ അടുത്ത പ്രാവശ്യം വാ, അങ്ങനെയുള്ള രീതി പറഞ്ഞു നിർത്തണമെന്നത്. തന്നെ ഒരു കല്യാണം പെണ്ണിന്റെ കാര്യം പറഞ്ഞ് അയാളെ വിളിക്കാൻ തുടങ്ങി. തുടങ്ങിയപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞ അവിടെ നിങ്ങളുടെ വീടിന്റെ അടുത്ത് അവരുടെ റിലേഷൻ ഉണ്ടായിരുന്നു, ഇയാൾ ഭയങ്കര മദ്യപാനവും പ്രശ്നമൊക്കെ ആണെന്നാണല്ലോ അവിടെ ആ വീട്ടുകാരറിഞ്ഞത്, മദ്യപിക്കും ഇയാള് എന്ന് ചോദിച്ചു. കുഴപ്പമില്ല, ഇയാൾ ആദ്യം ക്ലിയർ ആവും, എന്നിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ
എന്തെങ്കിലും നോക്കാം. അതോടുകൂടി കല്യാണാലോചനയുടെ ബഹളം അങ്ങ് നിന്ന്. ചെറുക്കൻ്റെ വെള്ളവടി മാറ്റാൻ വന്നതാ. ഇപ്പോൾ ഈ വിഷയം കഴിഞ്ഞതിന് ശേഷം ഇനി അവൻ ആജീവനാന്തം വെള്ളം അടിക്കുമെന്ന് അറിയത്തില്ല. കാരണം ഈ സംഭവിച്ചിരിക്കുന്നത് അവൻ്റെ പെങ്ങൾക്കാണ്. ഇനി ഇതിൻ്റെ പേരിൽ യവനെ എത്രമാത്രം ആളുകൾ ടോർച്ചർ ചെയ്യുമെന്നും അതിൻ്റെ വിഷമം യവൻ എത്രമാത്രം സഹിക്കാൻ കഴിയുമെന്നൊന്നും അറിയത്തില്ല. അതിനേക്ക് അതിജീവിക്കാൻ അവന് കഴിഞ്ഞാൽ അത്രയും നല്ലത്. എന്തായാലും വെള്ളവടി മാറ്റാൻ പോയി ഇപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ ഈ രീതിയിലാക്കിയിട്ടുണ്ട്. അത് അതിന് മുമ്പ് പറഞ്ഞതാ, എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിക്കണം. അതല്ലല്ലേ നമുക്ക് വേണ്ടത്. നമുക്ക് എങ്ങനെയെങ്കിലും അവൻ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്റെ ജീവിതമായിരിക്കും ഇതുവരെ അച്ഛന്റെ മാർഗം തന്റെ അവസ്ഥകൊണ്ടിരിക്കും. കണ്ട വല്ല യോഗ്യത കുറവുണ്ടോ? രാജാക്കന്മാരാണെങ്കിൽ സ്നേഹം തിരിച്ചറിഞ്ഞിങ്ങനെ ഇരിക്കുന്നു കടൽ കയറി. എന്താണ് തിരുമേനി പിന്നെ അടിച്ചോ? വന്ന രക്ഷണകൾ ഇവിടെ തന്നെ മനസ്സിലാക്കാം, ആ കുടുംബത്തിലുള്ള ആൺതരിയെ ഇദ്ദേഹത്തിൻ്റെ വരുതിയിലാക്കിയിട്ടുണ്ട്. അതും ആ അമ്മ നിർബന്ധിച്ച് വിട്ടതുകൊണ്ട് തന്നെയാണ്. അതിനെ തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായതും. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അവിടെ ആരുമില്ല, അച്ഛനില്ല, ആകെയുള്ള മകൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള പീഡനം അവിടെ നടന്നത്. ഇപ്പോൾ ഈ ചിരിച്ച ചിരിയൊക്കെ പിന്നീട് കരച്ചിലായി മാറുകയാണ് ചെയ്തത്. അതൊന്നും മനസ്സിലാക്കാൻ ആ പൂജാരിക്കും കഴിഞ്ഞില്ല, അവർക്കും കഴിഞ്ഞില്ല. ഇവിടെയാണ് ഈ പൂജാരിമാരുടെയൊക്കെ ശക്തി നമുക്ക് മനസ്സിലാവുന്നത്. പലരും അപൂർവ സിദ്ധിയുള്ള മനുഷ്യരായിട്ടാണ് അവരെ കാണുന്നത്. ഇതാണ് അപൂർവ സിദ്ധി. ഞാൻ വരുന്നില്ല, നീ അങ്ങ് തന്നെ പോയാൽ മതി, ഞാൻ വരുമെന്ന് തിരുവേനിയോട് പറഞ്ഞാൽ മതി ഞായറാഴ്ച. അപ്പൊ ഇതൊന്നും എനിക്ക് ഇതിരുന്ന് ക്ലിയർ ചെയ്തതാണ്. ഈ കടയില് ഈ സെറ്റിങ്സിന്റെ കാര്യമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഈ പെണ്ണ് വേറെ കുഴപ്പമില്ല, നമുക്ക് കടയ്ക്ക് ഒരാളുണ്ട്. പക്ഷെ ഈ കടഞ്ചോലിപ്പിച്ചിട്ട് കൂടുതലാണ്. അതാ എഴുതിയിട്ടാ കൊടുക്കുന്ന ആഴ്ച ആഴ്ച. എന്നാലും ഇടപാടുകളാ എപ്പോഴും എന്റെ കണ്ണില്ലെങ്കിൽ അത് പോയി. എന്നുവെച്ചാൽ ഞാൻ തന്നെ ഈ ക്ലിയർ ചെയ്യുന്ന അതല്ല. പക്ഷെ ഇവന്റെ ഇടപാടല്ലേ കാണും. ഇവനായിട്ട് അടയ്ക്കുന്നത് 100 മുടി വെട്ടാൻ വരെ വിളിച്ചു. ഞാൻ എന്ത് ചെയ്യാതിരുവേലി ആ കടയ്ക്കാതിരുന്നോണ്ട്. ആ കടയിലെ കാര്യം ആ പയ്യൻ്റെ ചരിത്രം ഫുള്ള് ഈ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ചെറുക്കൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഈ പൂജാരി പറഞ്ഞു കൊടുക്കും. ഇല്ലെങ്കിൽ ഈ ലൈവ് എടുത്ത് നോക്കിയെങ്കിലും പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ളപ്പോൾ ആ ചെറുക്കൻ വിശ്വസിക്കും, ഇതിനകത്ത് അടിമപ്പെട്ടു പോകും. ഇത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ സിദ്ധി എന്ന് പറയുന്നത്. ഒരു വീട്ടിലുള്ള കാര്യം ഒരാളെ കൊണ്ടെല്ലാം പറയിപ്പിച്ചതിന് ശേഷം മറ്റൊരാൾ പിന്നീട് വരുമ്പം പറഞ്ഞു കൊടുക്കുക. ഇത് കണ്ട് ഇദ്ദേഹത്തിന് ശക്തി ഉണ്ടെന്ന് വിചാരിച്ച് പിന്നെ എല്ലാത്തിനും വഴി തേടുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുത്തായിരിക്കും. ആ ഒരു ടെക്നിക്കാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. എനിക്ക് വളരെ അത്യാവശ്യം അവനെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ കണ്ട അടുത്തെല്ലാം പോകുന്നുള്ള ഒരു പരാതി വരണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് അവനെ രക്ഷിച്ച് തന്നേ പറ്റത്തുള്ളൂ. എവിടെ പരീക്ഷ മറ്റവന്റെ 2 അങ്ങ് അയച്ചു കൊടുക്കാം. പൂജിച്ചവിടെ വെച്ചിരുന്ന ബുക്ക് തുറന്നു നോക്കുന്നില്ലല്ലോ വീട്ടിൽ 10ാം ക്ലാസ് ആ വെയിറ്റോടെ എന്റെ കയ്യെ പഠിക്കുന്നില്ല. ജയിക്കാനുള്ള സമ്പ്രദായമൊക്കെ ഞാൻ ചെയ്തുതരാം. അതെ, 10ാം ക്ലാസ്സിൽ ജയിക്കാനുള്ള സമ്പ്രദായം എല്ലാം ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി ആ പെൺകുട്ടി എങ്ങനെ പഠിക്കും? ഇതിൻ്റെ ഒരു ട്രോമയിലായിരിക്കും. ഇദ്ദേഹത്തിൽ നിന്നും അനുഭവിച്ച പീഡനങ്ങളായിരിക്കും ആ പെൺകുട്ടിയുടെ മനസ്സ് നിറയെ. ആ ഒരു അവസ്ഥയിൽ പെൺകുട്ടിയെ കൊണ്ട് എത്തിച്ചു. ഒരുപക്ഷെ അത് പഠിച്ചില്ലായിരുന്നെങ്കിൽ പഠിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ അതിനേറ്റ പീഡനം ഒന്നും ആ കുട്ടി സഹിക്കേണ്ടി വരില്ലായിരുന്നു. നല്ല മാർക്ക് പഠിക്കണം, അതിനുള്ള സമയം ഞാൻ ചെയ്തുതരാം. പഠിക്കണം, പഠിച്ചാലേ വരും, ചുമ്മാ പറ്റത്തില്ല. അതിന് പഠിക്കാതെ നീ മൂടില്ലേ? പഠിക്കുന്നില്ല, പുസ്തകം തുറന്നു നോക്കുന്നില്ല. നിഗൂഢമായ ചില ലക്ഷ്യങ്ങളുമായി മുമ്പോട്ട് പോയിരിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് വരിക. നീ നിഗൂഢമായ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ കാണാം കേട്ടോ. ഞാൻ പറയില്ല, അതൊക്കെ ഞങ്ങൾ രഹസ്യമായിട്ട് പറയും. പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഒന്നും വേണ്ട. ഇപ്പം ഈ പഠിച്ച് എന്തെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക. കാര്യം വെച്ചാൽ നിനക്ക് നല്ലൊരു ജാതക ഫലമുള്ള ആളാണ്. അത് അവൻ്റെ കൂട്ടാവരുത്. അത് മനസ്സിലായി. നമ്മൾ നമ്മുടെ ജാതക ഫലം എടുത്തില്ലെങ്കിൽ പിന്നെ വേറെ എടുത്ത് തരത്തില്ല. നല്ല ജാതക ഫലമുള്ള പെൺകുട്ടി,
ആ പെൺകുട്ടിയുടെ നല്ല ജാതകഫലം അങ്ങ് ഇല്ലായ്മ ചെയ്ത് കൊടുത്തു. ഇതുപോലുള്ളവന്മാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ആരും ഒന്നും ചെയ്യുന്നില്ല, നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ തന്നെ അങ്ങോട്ട് പോവുകയും ചെയ്യും. ഇത് നോക്കിയോ, നാളെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലുള്ള സ്ത്രീകൾ ഇറങ്ങിത്തിരിക്കും പൂജാരിയെ കാണാൻ, ദോഷം മാറ്റാൻ. സ്വന്തമായിട്ടുള്ള ദോഷം പോലും അറിയാത്ത പൂജാരികളാണ് മറ്റുള്ളവൻ്റെ ദുഃഖം മാറ്റുന്നത്. ഇയാൾക്കും വല്ല സിദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ കുഴപ്പം ആദ്യം മാറ്റിയാനേ. ഇയാളിപ്പോൾ ജയിലിൽ കിടക്കേണ്ട ആവശ്യവും വരത്തില്ലായിരുന്നു. എന്നിട്ടും പഠിക്കത്തില്ല. നമുക്ക് നല്ലൊരു വ്യവസ്ഥയും ഉന്നതിയും അതുപോലെ അഷ്ടൈശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉള്ളൊരു ജാതകമാണ്. അതിപ്പോഴേ നമ്മൾ പരിപോഷിപ്പിച്ച് കൊണ്ടുപോകണം. പഠനത്തിൽ ഒരു ശ്രദ്ധയില്ല കേട്ടോ, കൂട്ടുകെട്ട് ശരിയല്ല. ഇപ്പോൾ രണ്ടുകൂടെ വരുമ്പോൾ എന്ത് ചെയ്യും? കൂട്ടുകെട്ട് നമ്മുടെ ജീവിത ചൗര്യം ബാധിക്കുമ്പോൾ നമ്മളൊന്നും കാര്യമുണ്ടോ? വീണ്ടും അതിനെക്കാട്ടി വല്ല ഓട്ടം ഉണ്ട്. അത് വേണ്ട കേട്ടോ, നമ്മൾ പഠിക്കാനുള്ളൊരു സമാധാനം നോക്കും. അതിന് വേണ്ടി ഞാൻ ചെയ്തുതരാം. സാരസവും നെയ്യും കൂടെ ജപിച്ചു കൊടുക്കാം. പഠിച്ചോളൂ, അത് ജപിച്ച് ഞാൻ തരാം കേട്ടോ. ഒരു ടെൻഷനൊന്നും കാര്യമില്ല. മാർക്കൊക്കെ ഉണ്ടാവുക, അതിനുവേണ്ടി നമുക്ക് ചെയ്യാം. മൂലക്കുരുവൊക്കെ മാറിയില്ലേ? സ്വിസ്റ്റുല എന്നാണ് പറയുന്നത്. ഒരാണി പോലൊരു സാധനമല്ലേ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത്. ഇദ്ദേഹത്തിന് ഇതൊക്കെ അറിയാൻ നല്ല ജിജ്ഞാസയാണല്ലോ, മൂലക്കുരുവിൻ്റെ കാര്യം. ആ പെൺകുട്ടി അല്ല എന്ന് പറഞ്ഞതൊക്കെ പോലും ആണ് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇതും പറഞ്ഞു കൊടുത്തത് ആ അമ്മയായിരിക്കും. അമ്മ പറഞ്ഞതിന് ശേഷം ഇത് പെൺകുട്ടിയോട് ചോദിക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ചിലപ്പം കേട്ട് ആ പെൺകുട്ടി വണ്ടറായി കാണും, എങ്ങനെ ഈ സ്വാമി മനസ്സിലാക്കി. പക്ഷെ അതറിയുന്നില്ലല്ലോ, കഴിഞ്ഞ പ്രാവശ്യം അമ്മ വന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന്. അത് ചിലപ്പോൾ ഈ അമ്മയും മറന്നു കാണും. അതാണ് നടക്കുന്നത്. കുഞ്ഞു പ്രായത്തിലെ അച്ഛന് നിന്ന് വീട്ടിൽ അങ്ങനെ ഒരു അവര് വിചാരിച്ച നമ്മളൊരു വീടാകുമ്പോൾ അതിനൊരു താത്വികതയും ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അവിടെ വരുന്നതായ ചില കണ്ടല്ലേ വളരുന്നത്. ഇവിടെ ഒരുപാട് സ്വാതന്ത്ര്യത്തിലായപ്പോ വളരുന്നത്. അങ്ങോട്ട് പോകണമെങ്കിലും പോകാനോ എടുക്കാനോ. മറ്റേതെന്ന് വെച്ചാൽ ജയിലായിരുന്നു തിരുവേനി. 14 കൊല്ലം ഞാൻ ജയിലിലായിരുന്നു. അല്ല, 24 കൊല്ലം ഞാൻ ജയിലിലായിരുന്നു. ഇപ്പോഴാ പിന്നെ ശ്വാസം വിട്ട് നടക്കുന്നത്. ബാധ്യത ഉണ്ടെങ്കിലും ശ്വാസം വിട്ട് നടക്കുന്നത്. എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നെ ആ പ്രമാണത്തിന്റെ കാര്യം എന്തെങ്കിലും ഒന്ന് ഇവനെ കൊണ്ട് തന്നെ അടപ്പിക്കത്തക്ക രീതിയിലേ. സുജാത ഞാനിവിടെ വരാം വ്യാഴാഴ്ച. നാളെ വെളിയിരിക്കട്ടെ. പ്രമാണം കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച കൊണ്ടുവരട്ടെ. അതെ, പെൺകുട്ടിയോട് എന്തൊരു ശുഷ്കാന്തി. അവിടെ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾ വെളിയിരിക്കട്ടെ എന്ന്. ഇദ്ദേഹം തന്നെ എല്ലാവരെയും പറഞ്ഞു വിട്ടതിന് ശേഷം ഈ അമ്മയെ അവിടെ ഇരുത്തി ഈ പെൺകുട്ടിയെ അകത്ത് കൊണ്ടുപോയി അതിനോട് ചേർന്നുള്ള അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ കൊണ്ടുപോവുകയും 1 മണിക്കൂറായിട്ട് പൂജ നടത്തുകയും ചെയ്തു. പിന്നീട് പെൺകുട്ടി ചോരയിൽ കുളിച്ചാണ് വന്നതെന്നാണ് പലരും പറയുന്നത്. അതായത് ഈ പെൺകുട്ടിയെ നല്ല രീതിയിൽ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ പലതിനും വിസമ്മതിച്ചപ്പോൾ മർദ്ദിച്ചതായിരിക്കാം. എന്തായാലും ആ പെൺകുട്ടി ചെറുത്തു നിന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇനി എന്താണ് സംഭവിച്ചതെന്നൊന്നും അറിയില്ല, കഥകൾ പലതാണ്. പക്ഷേ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമായുള്ള കാര്യമാണ്. കേസ് എടുത്തിട്ടുണ്ട്, അറസ്റ്റ് ആയിട്ടുണ്ട്. ഇനി പൂജാരി എന്ന് വെളിയിലിറങ്ങുമെന്ന് അറിയത്തില്ല. ഇറങ്ങിയാലും ഇവനൊക്കെ ഇത് തന്നെ ആയിരിക്കും വീണ്ടും പരിപാടി. അന്നും ഇവൻ നല്ലവനാണെന്ന് പറഞ്ഞ് കുറേ ആളുകൾ പോവുകയും ചെയ്യും. ഇവൻ പലരെയും ചൂഷണം ചെയ്യുകയും ചെയ്യും. ഇതുപോലുള്ള പലരും ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൂടി ഓർക്കേണ്ടതാണ്. നാളെ നിങ്ങളും പോയി ഇതിൽ വീഴാതിരിക്കുക. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.